ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു ഫുൾ ഡീപ്പ് ക്ലീനിങ് ആൻഡ് ഹോം ഓർഗനൈസിങ് വീഡിയോ ആണ്. ഇഫ് യു എൻജോയ് ദിസ് വീഡിയോ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ എങ്ങനെ തുടങ്ങാം? ഇന്ന് കുറച്ച് കൂടുതൽ ജോലിയുണ്ട്, പക്ഷെ പതുക്കെ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു. ക്ലീനിങ് ചെയ്യുന്നത് എനിക്ക് ശരിക്കും പറഞ്ഞ ഒരു സ്ട്രെസ് റിലീഫാണ്. നിങ്ങൾക്ക് അങ്ങനെയാണോ? നിങ്ങളൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? ഞാൻ സാധാരണ ഹാളിൽ നിന്ന് അല്ലെങ്കിൽ സിറ്റ് ഔട്ടിൽ നിന്നാണ് തുടങ്ങാറ്. ഇതിപ്പോൾ പുലർച്ചെ അതുകൊണ്ട് സിറ്റ് ഔട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തില്ല, പക്ഷേ ഹാളിൽ നിന്നും അല്ല. കുഞ്ഞുങ്ങൾ ഉറക്കമായിരുന്നു, അപ്പോൾ അത് രാവിലെ തുടങ്ങിയ ജോലിയാണ്. അപ്പോൾ പിന്നെ ഞാൻ അടുക്കളയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങിച്ചത് ഒക്കെ ക്ലീൻ ചെയ്യാനും എടുത്തു വയ്ക്കാനും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഓർത്തെങ്കിൽ അടുക്കളയിൽ നിന്ന് തന്നെ തുടങ്ങാമെന്ന് കരുതി. അപ്പോഴത്തേക്കും ഞങ്ങളുടെ വീട്ടിലേക്ക് പ്രതീക്ഷിക്കാതെ ഒരാൾ വന്നു. അതെ, ഞാൻ നോക്കാനത് വെളിയിൽ നിന്ന് ഭയങ്കരമായിട്ട് കരച്ചിൽ കേൾക്കുന്നു. അപ്പോൾ ഞാൻ ഓർത്തു ആദ്യം ഇവിടുത്തെ കുഞ്ഞുങ്ങളാരോ വെളിയിൽ ഇറങ്ങിപ്പോയെന്ന് കരുതി ഡോറ് തുറന്നു കൊടുത്തപ്പോൾ ഓടി കയറി വന്നപ്പോൾ നിക്കി അതിനെ കണ്ടിട്ട് പേടിച്ച് നിൽക്കുക കേട്ടോ. ആദ്യം കുഞ്ഞുങ്ങളെല്ലാവരും ഒന്ന് ഞെട്ടി. നിക്കിയാണ് ആദ്യം കണ്ടത്. ഇയാൾ നേരെ അടുക്കളയിലേക്ക് വന്നു. കുഞ്ഞുങ്ങൾക്ക് അവിടെ വെച്ചിരുന്ന ഫുഡിനകത്തൊക്കെ നോക്കുന്നുണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു വിശപ്പ് കാണുമല്ലോ എന്ന് കരുതി ഒരു കേക്ക് ഇട്ട് കൊടുത്ത് അത് കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ബാക്കി എല്ലാവരും നിക്കിയും ബൂണിയും എല്ലാം വന്ന് നോക്കുകയാണ്. ബൂണി നല്ലോണം പേടിച്ചിട്ട് നിൽക്കുകയും എന്താ സംഭവം, ഇത് ആരാ എന്താ എനിക്കും അറിയാൻ വയ്യ. സംഭവം ആരോ ഞങ്ങളെ വീടിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട് കളഞ്ഞിട്ട് പോരാ. കാര്യം ഞങ്ങളിപ്പോൾ ഇവിടെ 1 ഇയറായി താമസിക്കുന്നത്. ഈ ഏരിയയിൽ എവിടെയും വേറെ പെമ്പൂച്ചകളൊന്നുമില്ല, ഉള്ളതെല്ലാം ആമ്പൂച്ചകളാണ്. ഇത് ആരോ ഞങ്ങളുടെ വീട്ടിൽ വേറെ പൂച്ച ഉണ്ടെന്ന് അറിഞ്ഞിട്ടോ അല്ലെങ്കിൽ അല്ലാതെ എവിടെ കൊണ്ട് കളഞ്ഞതെന്തോ ആണ്. എന്തായാലും ഈ ഏരിയയിലൊന്നും ഉള്ള പൂച്ചയല്ല. അങ്ങനെ ഇത് വന്ന് ഫുഡ് കഴിച്ചവിടെ പിന്നെ അങ്ങ് എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹം കണ്ടോ. കുറേ നേരം എൻ്റെ അടുത്ത് നിന്ന് ഭയങ്കര സ്നേഹവും പ്രകടനവും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞാൻ അതിനെ കളിപ്പിച്ചിരുന്നാൽ ശരിയാവില്ല എന്നുള്ളതുകൊണ്ട് നേരെ വെജിറ്റബിൾസ് എല്ലാം ക്ലീൻ ചെയ്ത് എടുത്ത് വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ പഴയ പച്ചമുളകാണ് കേട്ടോ ആ മുറത്തിൽ കിടക്കുന്നത്, അതായത് ആദ്യം വാങ്ങിച്ചത്. അപ്പോൾ ഞാൻ ഇപ്പോൾ പുതിയതായിട്ട് വാങ്ങിച്ചു കൊണ്ടുവന്നതെല്ലാം ക്ലീൻ ചെയ്ത് അടിയിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് പഴയതെടുത്ത് വയ്ക്കുകയാണ്. ഈ മുളക് ഇഷ്ടമുള്ളവർ പറയണേ. ഇവിടെ ഞങ്ങൾ ഉണ്ടമുളകെന്നാണ് പറയുക. ഇതിന് വേറെ എന്തെങ്കിലും പേരുണ്ടോ എന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഷിക്കാവ് ഇഷ്ടമല്ല. ഇത് കുറച്ച് കാരലും ഉണക്ക കൊഞ്ചുമാണ്. ഞാൻ ഇതുപോലെ പപ്പ ഇടയ്ക്കൊക്കെ കൊണ്ടുവന്നിരുന്നേ. ഇടയ്ക്കൊക്കെ കഴിക്കാൻ തോന്നുമ്പോൾ കഴിക്കുമെന്ന് ഞാൻ ഫ്രിഡ്ജിൽ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ ഇത് പപ്പടമാണ്. പപ്പടം ഞാൻ ഇവിടെ ഫുള്ളായിട്ട് പൊരിക്കാറില്ല. കാര്യം ഫുള്ളായിട്ട് പൊരിച്ച് കഴിഞ്ഞാൽ മൊത്തം പൊടിച്ച് കളയും, തറയിലിടുമെല്ലാം. അങ്ങനെ ഞാൻ അരിഞ്ഞിട്ടങ്ങ് പൊരിച്ച് കൊടുക്കത്തേ ഉള്ളൂ, ചെറിയ പീസായിട്ട്. ഇതുകൊണ്ട് എല്ലാ വെജിറ്റബിൾസ് എല്ലാം ഏറെക്കുറെ എല്ലാം ഞാൻ പാക്ക് ചെയ്തല്ല, കവറിനകത്തിട്ട് ഇങ്ങനെ റോൾ ചെയ്ത് വെക്കുകയാണ് ഓരോന്നും വേറെ വേറെ ആയിട്ട്. ഇത് അമരയ്ക്കാണ്. അമരയ്ക്ക ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നത്. അത് പെട്ടെന്ന് മുറ്റിപ്പോവും, അല്ലെ ഉണങ്ങിപ്പോവും. അത് കാരണമാണ് വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുന്നത്. ക്യാരറ്റ് ഞാൻ അങ്ങനെ എടുത്ത് വയ്ക്കാറുണ്ട്. പിന്നെ ഇത്തവണ ഒത്തിരി ക്യാരറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് വെള്ളത്തിലിട്ടില്ല. അങ്ങനെ ഫ്രിഡ്ജും ക്ലീൻ ചെയ്ത് ഇതിൻ്റെ ഇടയ്ക്ക് എല്ലാ ജോലിയും നടക്കുന്നുണ്ട് കേട്ടോ. ഫ്രിഡ്ജ് അതിന് മുന്നേ ഞാൻ ക്ലീൻ ചെയ്തായിരുന്നു, ഒരു 2 ദിവസം മുന്നേ. അതുകൊണ്ട് ചിക്കന്, അതിനകത്ത് ബട്ടർ, ചീസ് അങ്ങനത്തെ ഐറ്റംസൊക്കെ ഫ്രീസറിലാണ്. പിന്നെ അതുകൊണ്ട് ഇതെല്ലാം വെജിറ്റബിൾസ്, സാമ്പാറിനുള്ള കഷ്ണങ്ങളാണ് അങ്ങനെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിൽ തോരനുള്ള ക്യാബേജ്, തോരൻ ഐറ്റംസ് ഇതെല്ലാം അരിയാത്തതാണ്. ഞാൻ ചിലപ്പോഴൊക്കെ അരിഞ്ഞ് വെക്കാറുണ്ട്, ചിലപ്പോൾ മീൽ പ്രിപ്പ് ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ വെക്കാറുണ്ട്. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ലൂണ വന്ന് നോക്കുക കേട്ടോ. ലൂണ ലൂണയെ കണ്ടപാടെ ഈ കുഞ്ഞ് പുതിയതായിട്ട് വന്ന പൂച്ചക്കുഞ്ഞ് നേരെ കയറി കിടന്ന് പാല് കുടിക്കുന്നുണ്ട്. ആദ്യം ലൂണ വന്ന് അടിച്ചു, പിന്നെ അവൾക്ക് മനസ്സിലായി അടിച്ചിട്ടും കാര്യമില്ല, അത് വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ട് ചെല്ലുവന്നു. അപ്പോൾ പാവം അവൾ കുഞ്ഞുങ്ങളുടെ കൂടെ കിടത്തി പാല് കൊടുക്കുന്ന കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ കണ്ടപ്പോൾ വിഷമം തോന്നി. എന്തൊക്കെ പറഞ്ഞാലും മൃഗങ്ങൾക്ക് ആ ഒരു സ്നേഹവും കരുതലും. അങ്ങനെ അവരെ കുറച്ച് നേരം നോക്കിയിരുന്നതിന് ഞാൻ വീണ്ടും എൻ്റെ ജോലികൾ തുടങ്ങി. പാത്രമെല്ലാം കഴുകി വെച്ചു. അതിൻ്റെ ഇടയിൽ കുക്കിങ്ങും നടക്കുന്നുണ്ട്. ഞാൻ ആദ്യമേ ചോറ് വെച്ചു, പിന്നെ കാപ്പിക്കുള്ള കറി ഉണ്ടാക്കുകയാണ്. ചിക്കൻ സ്റ്റൂ ആയിരുന്നു. ചിക്കൻ സ്റ്റൂവിൻ്റെ പരിപാടി എൻ്റെ ഇടയിലൂടെ ചെയ്യുന്നുണ്ട്. ഞാൻ ചിക്കൻ സ്റ്റൂവിൽ നിങ്ങൾ ബീൻസ് ഇടുന്നവരുണ്ടെങ്കിൽ പറയണം. ഞാൻ ബീൻസും ക്യാരറ്റും ഉരുളൻകിഴങ്ങും ഇടാറുണ്ട്. തക്കാളി ഇടാറില്ല, ഇത് മറന്നുപോയി കട്ട് ചെയ്തിട്ടതാണ് കേട്ടോ. അതിലേക്ക് മുഴുവൻ സ്പൈസസും പിന്നെ കുരുമുളകും ഉപ്പും മാത്രമേ ചേർത്തിട്ടുള്ളൂ. തേങ്ങാപ്പാലും ഒഴിച്ച് പെട്ടെന്ന് തന്നെ അത് റെഡിയാക്കി. അപ്പോഴത്തേക്കൊക്കെ വെട്ടവും വെളിച്ചവും എല്ലാം വന്ന് നല്ല വെയിലുണ്ടായിരുന്നു രാവിലെ. അപ്പോൾ ഇടയ്ക്കും മുളയ്ക്കും എല്ലാം മഴയായതുകൊണ്ട് ഇടയ്ക്ക് വെയിലൊക്കെ ഉള്ളു. അപ്പോൾ കുഞ്ഞുങ്ങൾ വെയിലുള്ളപ്പോൾ ഞാൻ ഇറക്കി വിടും കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ മുറ്റത്ത് കളിക്കുകയാണ്. പുതിയതായിട്ട് വന്ന ആൾ ഭയങ്കര സൈലൻ്റ് ആണെന്നാണ് വിചാരിച്ചത്, പക്ഷെ അല്ല. ഒത്തിരി വെയിലടിച്ച് വെളിയിൽ എല്ലാവരുമായിട്ടും കൂട്ടായപ്പോൾ ഇത് കണ്ടോ. കുറേ വീഡിയോസ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞതാണ് കേട്ടോ. എടുത്തിട്ട് ഉരുട്ടുന്നുണ്ട് പൂച്ച കുഞ്ഞുങ്ങളെയെല്ലാം. ഭയങ്കര ഇങ്ങനെ ഇരുന്നാൽ മതി, ആൾ ഭയങ്കര ആക്റ്റീവാണ്. എന്തായാലും ആരാ കളഞ്ഞതെന്നൊന്നും അറിഞ്ഞൂടാ.
നമ്മളെ വീട്ടിൽ വന്ന് കയറിയതുകൊണ്ട് ഞാനും ഇറക്കി വിട്ടിട്ടില്ല. ഭയങ്കര കളി. മറ്റത് അവർ 3 പേരും ഓൾറെഡി കുരുത്തക്കേടാണ്. ഇതും കൂടെ വന്നപ്പോൾ തികഞ്ഞു. കാര്യം വീട് മറച്ച് വെക്കുന്ന അവസ്ഥയിലോട്ടുള്ള കളിയാണ് ഇപ്പോൾ ഇവിടെ അതാണ് അവസ്ഥ. അതുകൊണ്ട് ഞാൻ എല്ലാവരും കൂട്ടിലോട്ട് കയറ്റി വിട്ടിട്ടുണ്ട്. അതുകൊണ്ട് വീണ്ടും കളിച്ച് ക്ഷീണിച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും പാല് കുടിക്കുകയാണ്. അങ്ങനെ ഞാൻ അടുക്കളയിലെ പരിപാടിയെല്ലാം കഴിഞ്ഞ് മക്കളെ എല്ലാം പറഞ്ഞു വിട്ട് വീണ്ടും ബാക്കി ക്ലീനിങ്ങിലേക്ക് കടന്നു. ഹാളാണ് ആദ്യം വൃത്തിയാക്കുന്നത്. സിറ്റൗട്ട് ഞാൻ ക്ലീൻ ചെയ്ത് തുടച്ചിട്ട് ഞാനത് കാണിച്ചില്ല. ഇപ്പോൾ ഹാളാണ് ക്ലീൻ ചെയ്യുന്നത്. അതുകൊണ്ട് എൻ്റെ മോന് കളിക്കുന്നതാണ് കേട്ടോ ഈ ഈർക്കിലിയെല്ലാം കെട്ടി വെച്ച്. ആദ്യം ഓരോ ഇടമായിട്ട് തൂത്തിട്ട് തുടച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഹാൾ ആദ്യമേ തുടച്ച് വൃത്തിയാക്കി കിട്ടും. ഇങ്ങനെ കാണുമ്പോൾ ഒരു സുഖമില്ലേ, നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടിരിക്കുമ്പോൾ. ആ ചെയ്യുന്ന ബുദ്ധിമുട്ട് ഇത് കാണുമ്പോൾ അങ്ങ് മാറും. ഇതാണ് മക്കളുടെ റൂം. ഇത് കിടക്കുന്നതുണ്ടോ മുഴുവൻ വാരി വലിച്ച്. സാധാരണ ഒരു സ്കൂളിൽ പോകുമ്പോൾ ഇങ്ങനെ കിടക്കാറില്ല കേട്ടോ. ഞാൻ എത്ര ഹറിബറി ആയിട്ട് ചെയ്താലും എല്ലാം അതാത് രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നവർ സാധാരണ ബുദ്ധിമുട്ടാറില്ല. ഇതിപ്പോൾ 2-3 ദിവസം ഞാൻ ഹോസ്പിറ്റലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടന്ന് എൻ്റെ ഒരു കയ്യിൽ നിന്ന് പോയതാണ്. അതുണ്ടോ എൻ്റെ മക്കളെ ഡ്രസ്സുകളാണ് കേട്ടോ. അവർ തന്നെ മടക്കി വയ്ക്കും. അവർ മടക്കി വയ്ക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ. ഇടയ്ക്ക് അവരില്ലാത്തപ്പോൾ ഞാൻ മടക്കി വയ്ക്കും, അവരുണ്ടെങ്കിൽ അവരെ കൊണ്ട് തന്നെ മടക്കി വയ്പ്പിക്കും കേട്ടോ. അത് ഷർട്ട് വേറെ, ഇന്നേഴ്സ് വേറെ, ടീഷർട്ട് വേറെ, അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഞാൻ 1-2 പ്രാവശ്യം മടക്കി വെച്ച് കാണിച്ചു കൊടുക്കും. അവർ അതുപോലെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് പൊയ്ക്കോളും. പിന്നെ ഇടയ്ക്ക് പറഞ്ഞാൽ എനിക്കും മടി വരും, അവർക്കും മടി വരും. അപ്പോഴാണ് എനിക്ക് ഇത്രയും അലമ്പാവുന്നത്. പിന്നെ ഞാൻ ഓർത്ത് ഇന്ന് മൊത്തത്തിൽ എന്തായാലും ഡീപ്പ് ക്ലീനിങ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ അങ്ങ് ചെയ്തതാണ്. നമ്മുടെ മോളുടെ സാധനങ്ങളാണെങ്കിലും എൻ്റേതായാലും എല്ലാം ഇങ്ങനെയാണ് വെച്ചേക്കുന്നത്. എല്ലാം എല്ലാം ഓരോ ഇടത്ത്. അതായത് ഇപ്പോൾ ഈ വീട്ടിൽ ഒരു പരിചയമില്ലാത്ത ഒരാളെ പറഞ്ഞു വിട്ട്, ഞങ്ങളെ വീട്ടിൽ പറഞ്ഞു വിട്ടിട്ട് ഇന്നിടത്ത് സാധനം ഇരിപ്പുണ്ട് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞാലും കൃത്യമായിട്ട് എടുത്തുകൊണ്ട് വരും. കാര്യം ഞാൻ എപ്പോഴും അതുപോലെയാണ് വെക്കാറ്. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതെല്ലാം ഉണ്ടെങ്കിലും അങ്ങേയറ്റം മടിയുള്ളൊരു സ്വഭാവവും എനിക്കുണ്ട്. മടിച്ചി എന്ന് പറഞ്ഞാൽ അങ്ങേയറ്റത്തെ മടിച്ചിയാണ് ഞാൻ ചില സമയത്തൊക്കെ. ഇത് കണ്ടോ, ഇത് തലേന്ന് ഹോസ്പിറ്റലിൽ നിന്ന് വന്നിട്ട് വലിച്ചു വാരി ഇട്ട് വെച്ചിരിക്കുന്നതാണ് ആ ടേബിളിൽ. അപ്പോൾ അവയ്ക്ക കാലൊടിഞ്ഞ് കിടക്കുകയാണ്. അവയ്ക്ക നോക്കുകയാണ് ഞാൻ എന്താ ചെയ്യുന്നതെന്ന്. അങ്ങനെ ആ റൂമിലെ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ പിന്നെ ഞാൻ കുളിക്കാൻ കയറി കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഓർത്തെങ്കിൽ വരുമ്പോഴത്തേക്ക് കിടക്കുന്ന റൂം അങ്ങ് വൃത്തിയാക്കാം. കാര്യം ഉള്ളപ്പോൾ ക്ലീൻ ചെയ്യാനൊക്കത്തില്ല. അപ്പോൾ ഇക്കായെ കുളിക്കാൻ ബാത്റൂമിലേക്ക് ആക്കിയിട്ട് ഞങ്ങളെ റൂം ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ല രീതിക്ക് പൊടിയുണ്ട് കേട്ടോ. ഒരു മാസം ആവുന്നതേ ഉള്ളൂ ഞാൻ വലയൊക്കെ അടിച്ച് തട്ടിയിട്ട്. പക്ഷേ ഇപ്പോൾ ഈ അടച്ച് തന്നെ ഇടുന്നതുകൊണ്ട് എന്ന് വെച്ചാൽ മഴ ആയതുകൊണ്ട് മെയിനായിട്ട് ജനലൊന്നും തുറക്കത്തില്ല. അപ്പോൾ ഭയങ്കര കൊതുകാണ്. അങ്ങനെ അടച്ചിടുന്നതുകൊണ്ടായിരിക്കാം പെട്ടെന്ന് വലയൊക്കെ പിടിക്കുന്നുണ്ട്. പിന്നെ ചിലർ പറഞ്ഞു കേട്ടിട്ടുണ്ട് പെണ്ണുങ്ങൾ വലയെന്ന് പറഞ്ഞാൽ ഈ ചുക്കിലി വല ഉണ്ടല്ലോ, മാറാല ചുക്കിലി എന്നൊക്കെ പറയുന്നത്, അത് പെണ്ണുങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് വീണ്ടും വരുമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. എനിക്ക് അറിഞ്ഞൂടാ അതിനെക്കുറിച്ച്. അതുകൊണ്ട് ഫാൻ ഉൾപ്പെടെ എല്ലാം ക്ലീനാക്കി ഞാൻ. കറിയൊക്കെ വന്ന് ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ നടക്കത്തില്ല. കുളിക്കുമ്പോൾ മാത്രമേ കാല് തൂക്കിയിട്ടൂടെ ഇക്കാക്ക. അപ്പോൾ കുളിക്കുമ്പോൾ മാത്രമാണ് കുറച്ച് സമയം കിട്ടുന്നത്, ബെഡിൽ നിന്ന് ഇറങ്ങുന്നത് ബാത്റൂമിൽ പോകാനും മാത്രം. അല്ലാതെ ഫുൾ ടൈം അങ്ങനെ ഇരിക്കുകയും കിടക്കുകയും ചെയ്യുകയാണ് കാലിങ്ങനെ നിവർത്തി വെച്ചിട്ട്. അപ്പോൾ പെട്ടെന്ന് ചെയ്യുകയാണ്. കാര്യം കുളിച്ച് കഴിയുന്ന ആ ഒരു സമയമേ എനിക്കുള്ളൂ. വരുന്നതിന് മുന്നേ അതിനകത്ത് എല്ലാം വൃത്തിയാക്കാമല്ലോ എന്ന് ഓർത്ത് ഇപ്പോൾ പിന്നെ മൊത്തത്തിൽ വൃത്തിയാക്കി ഞാൻ. കാര്യം നോക്കിയപ്പോൾ നല്ല രീതിക്ക് അവിടെ ഇവിടെ എല്ലാം പൊടിയുണ്ടായിരുന്നു. ഈ ഒരു ബ്രഷ് കണ്ടോ, നല്ല അടിപൊളി ബ്രഷാണ് കേട്ടോ. ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് ക്ലീനിങ് ബ്രഷ്. നന്നായിട്ട് പൊടി പോകും. എനിക്ക് നല്ല ഉപകാരമായിട്ട് തോന്നി. 70 രൂപയോ അങ്ങനെ എന്തോ ഉള്ളൂ, അത്രയും കണ്ടേ ഉള്ളൂ. അതിൻ്റെ പ്രൈസ് അത്രയേ ഉള്ളൂ. പക്ഷേ നല്ല ഉപകാരമുള്ളൊരു സാധനമാണ്. നല്ല രീതിക്ക് നല്ല സോഫ്റ്റാണ്. അതുകൊണ്ട് നല്ല പെട്ടെന്ന് പൊടിയും പോകും. വേണ്ടോ ആ ഒരു റൂമിൽ ഞാൻ. പക്ഷേ ഞങ്ങളെ വീട് എന്താണെന്ന് അറിഞ്ഞുകൂടാ. 2 നേരം രാവിലെയും വൈകിട്ടും തൂക്കും. രാവിലെ തൂത്ത വീടാണെങ്കിലും വൈകിട്ട് തൂക്കുമ്പോഴും ചിലപ്പോൾ ഇതുപോലെ പൊടിയാണ്. ഇതിപ്പോൾ ഈ വലയടിച്ചതിൻ്റെയും കൂടെയാണ് ഇത്രയും. അല്ലെങ്കിലും പൊടി കാണും. 2 നേരം തൂത്താലും പൊടി കാണും. ടൈലാകുമ്പോൾ കാണുമ്പോൾ വിചാരിക്കാൻ നല്ല വൃത്തിക്ക് കിടക്കുകയാണ്. പിന്നെ ഞാൻ എൻ്റെ കുറച്ച് കഴുകിയ തുണികളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മടക്കി വെച്ചു. ബെഡ്ഷീറ്റും കാര്യങ്ങളും ഡ്രസ്സ് എല്ലാം മടക്കാനുണ്ടായിരുന്നു, അതെല്ലാം മടക്കി കൊണ്ടുവന്ന് വെച്ചു. എനിക്ക് വീട്ടിൽ നിന്നാണ് തുണിയൊക്കെ കഴുകി കൊണ്ടുവരുന്നത്. അപ്പോൾ ഇവിടെ കൊണ്ടുവരുമ്പോൾ മടക്കി വയ്ക്കും. ചിലപ്പം വീട്ടിൽ നിന്ന് ഉമ്മ തന്നെ മടക്കിയിട്ട് ബിഗ് ഷോപ്പിലാക്കി കൊണ്ടുവരാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ എനിക്ക് കുറച്ച് എളുപ്പമാണ്. അല്ലാത്തപ്പോൾ ഞാൻ തന്നെ നിന്ന് മടക്കും. പിന്നെ കുഞ്ഞുങ്ങളുടെ തുണികളൊക്കെ അവരെ കൊണ്ട് തന്നെ മടക്കി വെപ്പിക്കും. അവർക്ക് 1-2 പ്രാവശ്യം കാണിച്ചു കൊടുത്തതുകൊണ്ട് അവർ തന്നെ ചെയ്യും. അവരില്ലാത്തപ്പോൾ അല്ലെങ്കിൽ ഇതുപോലെ ഡീപ്പ് ക്ലീനിങ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ അതൊക്കെ ഒന്ന് എടുത്ത് ഒന്നുകൂടെ വൃത്തിക്കൊന്ന് മടക്കി വയ്ക്കുക, അത്രയേ ഉള്ളൂ. അല്ലാത്തപ്പോൾ അവർ തന്നെ നോർമലി അതെല്ലാം മടക്കി വയ്ക്കുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ അലമാര. ഇതുപോലെയാണ് വെച്ചിരിക്കുന്ന ഓരോ ഡ്രസ്സുകൾ. ഇതെല്ലാം ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ. വർഷങ്ങളായി വാങ്ങിച്ചിട്ട്, പക്ഷേ എല്ലാം നല്ല യൂസ് ആയിട്ടുള്ള സാധനങ്ങൾ. അങ്ങനെ റൂമിലെ ക്ലീനിങ്ങും കാര്യം കഴിഞ്ഞ് കുളിയും കഴിഞ്ഞൊക്കെ വന്നിരിക്കുകയാണ്.
ഉണ്ട്, നല്ല നീറ്റായിട്ടില്ലേ ഇപ്പോൾ. എനിക്ക് സത്യം പറഞ്ഞാൽ എത്ര വയ്യായി കൊണ്ടാലും ഞാൻ ക്ലീൻ ചെയ്യുന്നത് ലാസ്റ്റ് ഈ ഒരു സീൻ കാണാനാണ്. ഈ ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ അങ്ങനത്തെ ശീലമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അതായത് ക്ലീനിങ് എല്ലാം കഴിഞ്ഞിട്ടൊന്ന് കണ്ട് രസിക്കുന്നത്. അപ്പോൾ ഇക്കാക്ക് ഒരുങ്ങാൻ വേണ്ടിയുള്ള കുളി കഴിഞ്ഞിട്ട് തേക്കാനുള്ള പൗഡറും എണ്ണയൊക്കെ കൊടുത്തിട്ട് തിരിച്ചത് കൊണ്ടുവന്ന് വീണ്ടും മക്കളുടെ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി കയറി. കാര്യം ഇത് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഇപ്പോൾ കുളിക്കാൻ കയറിയത്. അപ്പോൾ പിന്നെ ഇത് ഫിനിഷ് ചെയ്യാതെ ആ റൂമിലേക്ക് പോയി. ഇവിടെ നിന്നുണ്ട് ഇങ്ങനെയാണ് ഓരോന്ന് എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. എണ്ണ, ലോഷൻ അങ്ങനെയുള്ള സാധനങ്ങൾ സെപ്പറേറ്റ്. ഇപ്പുറത്തെ ഡ്രോയറിനകത്താണ് ഈ ക്ലിപ്പ്, കമ്മൽ, മാല ഇങ്ങനെയുള്ള ഐറ്റംസ്. ഇതെല്ലാം ടേബിളിൽ കിടക്കുക, വലിച്ചു വാരി കിടക്കുകയാണ് ഇതെല്ലാം. പക്ഷേ മോള് വന്നു കഴിഞ്ഞാൽ, സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവൾ അപ്പോഴപ്പോഴും എടുത്ത് വെക്കുന്നതാണ്. പിന്നെ 2-3 ദിവസം ഞാൻ പറഞ്ഞില്ലേ, പറഞ്ഞ പോലെ ഞങ്ങൾക്ക് വീട്ടിൽ വേറെ ഗസ്റ്റുകളുണ്ടായിരുന്നു. ഗസ്റ്റൊന്നുമല്ല, ഞങ്ങളെ ഉമ്മായും ഇക്കാടെ ഉമ്മായും അമ്മായും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞുങ്ങൾ അവരെയൊക്കെ കണ്ടു കഴിയുമ്പോൾ പിന്നെ നമ്മൾ പറയുന്നത് ആ ഒരു ഇതിലോട്ട് നിൽക്കത്തില്ലല്ലോ. അവർ പിന്നെ കളിക്കാനും ആ ബഹളത്തിലോട്ടായിരിക്കും. അവരുടെ ആ ഒരു റൊട്ടീൻ അവരങ്ങ് മാറ്റും. അങ്ങനെയാണ് ഇത്രയും ആയത്. അല്ലാന്നുണ്ടെങ്കിൽ മോള് സ്കൂൾ വിട്ട് വന്നാൽ തന്നെ അവളെ കമ്മൽ, വള, മാല അതെല്ലാം ഏതിൽ നിന്നാണ് എടുത്ത് തിരിച്ചത് അതുപോലെ എടുത്ത് വയ്ക്കും. സ്കൂൾ ബാഗും കാര്യങ്ങളും എല്ലാം എടുത്ത് വയ്ക്കും. വീക്കെൻഡ് ആണെന്നുണ്ടെങ്കിൽ ടെക്സ്റ്റും ബുക്കും എല്ലാം അലമാരയ്ക്കകത്ത് വെച്ചിട്ട് ബാഗ് ക്ലീൻ ചെയ്ത് മാറ്റി വയ്ക്കും. അതല്ല എന്നുണ്ടെങ്കിൽ ബാഗോട് കൂടെ തന്നെ കൊണ്ടുവന്ന് വയ്ക്കും. അപ്പോൾ എല്ലാം മാറിക്കിടക്കുകയായിരുന്നു. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ചെങ്കിൽ എല്ലാം ഇനിയിപ്പോൾ ഞാൻ തന്നെ ക്ലീൻ ചെയ്യാമെന്ന് ഓർത്തു. ഇങ്ങനെയാണ് എല്ലാ കാര്യങ്ങളും സ്റ്റോർ ചെയ്യുന്നത്. ഇത് ടേബിളിൽ തന്നെ ഞാൻ ഈ തിരി കാര്യങ്ങൾ, ചന്ദനത്തിരി, തസ്ബി ഇതെല്ലാം അതിനകത്താണ് ഇട്ട് വയ്ക്കുന്നത് കേട്ടോ. എന്തോ തീർന്ന ഏതോ ഒരു കുപ്പി സിറം ഇതുണ്ട്. അതുപോലെ ഞാനിങ്ങനെ ഒരു വേസ്റ്റ് ബോക്സ് എല്ലാ റൂമിലും വെച്ചിട്ടുണ്ട്. എല്ലാ റൂമിലല്ല, 2 റൂമിലും വെച്ചിട്ടുണ്ട്, അടുക്കളയിലും വെച്ചിട്ടുണ്ട്. അപ്പോൾ മാക്സിമം വീടിനകത്ത് ഈ ചപ്പും ചവറും കവറുകളും ഇതൊന്നും ഇടുന്ന ശീലങ്ങൾ അവർക്ക് കുറവാണ്. എന്നാലും ഇടത്തില്ല എന്നല്ല, ഇടുകയൊക്കെ ചെയ്യാം. എന്നാലും ഈ ഒരു വേസ്റ്റ് ബോക്സ് വെക്കുന്ന ശീലം അവരുടെ കുഞ്ഞിലല്ല, ഞാൻ പണ്ട് തൊട്ടേ വെക്കുന്നതുകൊണ്ട് അവർ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ മുതലേ കാണുന്നുണ്ട്, കുഞ്ഞായിരിക്കുമ്പോൾ തൊട്ടേ കാണുന്നുണ്ട് അത് യൂസ് ചെയ്യുന്നത്. അപ്പോൾ മാക്സിമം ഓർക്കാതെയൊക്കെ അകത്ത് വലിച്ചെറിഞ്ഞെങ്കിലേ ഉള്ളൂ. അല്ല എന്നുണ്ടെങ്കിൽ മാക്സിമം അവർ ആ ഒരു വേസ്റ്റ് ബിന്നിനകത്ത് തന്നെയാണ് അതെല്ലാം ഇടുന്നത്. ഈ ഒരു ഡ്രസ്സിങ് സ്റ്റാൻഡ് മക്കളുടേതാണ്. അവരുടെ തൊപ്പി, മാസ്ക്, ബെൽറ്റ്, അവരുടെ മദ്രസയിലോട്ടുള്ള പർദ്ദ കാര്യങ്ങൾ, പിന്നെ ഞങ്ങളുടെ നിസ്കാരക്കുപ്പായം, മുസല്ല ഇതെല്ലാം എടുത്ത് വയ്ക്കുന്ന ഈ ഒരു ഡ്രസ്സിങ് സ്റ്റാൻഡിലാണ് ഉണ്ട്. എല്ലാം ഒരു ഇതുണ്ട്, എല്ലാത്തിനും അതിൻ്റേതായ ഒരു സ്ഥാനമുണ്ട് ഇവിടെ. അപ്പോൾ അവർ അതുപോലെ അങ്ങ് കീപ്പ് ചെയ്യുമെന്നുള്ളതുകൊണ്ട് എനിക്ക് സത്യം പറഞ്ഞാൽ അത്രയ്ക്ക് പണി മുമ്പത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അത്രയും പണിയില്ല. ഈ പറഞ്ഞാൽ അവർക്കൊരു മടി അല്ലെങ്കിൽ ഒരു കുരുത്തക്കേട് നിൽക്കുമ്പോൾ മാത്രമേ ഉള്ളൂ. ഇതെല്ലാം അവരുടെ ടോയ്സാണ് കേട്ടോ. അതും ഇതുപോലെ തന്നെ ഓർഗനൈസ് ചെയ്ത് വെച്ച് കൊടുത്തോണ്ട് അവരത് എടുക്കും, കളിക്കും, അതിനകത്ത് തന്നെ തിരിച്ചെടുത്ത് വയ്ക്കും. ചില നേരത്ത് കയ്യും കാലും എടുത്ത് വെക്കാൻ സ്ഥലമില്ലാത്ത പോലെ എടുത്ത് വാരി വലിച്ചിടുകയും ചെയ്യും. അങ്ങനെയും ചെയ്യാറുണ്ട്. ഇതൊരു ഡ്രോയറാണ്. ഇതിനകത്ത് ഫുൾ അവരുടെ ഡ്രോയിങ്സിനുള്ള ബുക്കും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ അവൻ്റെ മക്കളുടെ കുറേ തുണികൾ മടക്കാനുണ്ടായിരുന്നു, അതെല്ലാം മടക്കി. ഇതാണ് കേട്ടോ എൻ്റെ മക്കളുടെ യൂണിഫോം. ഇത് ബുധനാഴ്ച ഇടുന്ന യൂണിഫോമാണ്. പിങ്ക് യൂണിഫോം, ബ്ലാക്ക് കളർ പാൻറ്റും ടീഷർട്ട് പിങ്ക് കളറുമാണ്. ഇതാണ് അവരുടെ തിങ്കളാഴ്ച നോർമൽ യൂണിഫോം, അതാണ്. അപ്പോൾ അവർക്കുള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാം പുറത്തേക്ക് ഇടുന്ന ഡ്രസ്സുകളാണ് കേട്ടോ ഇതൊക്കെ. മോളത് അവളുടെ ബോയും കാര്യങ്ങളും, ഫ്രോക്ക്, ഇങ്ങനെ ഞാൻ ഓൾറെഡി മടക്കി വെച്ചിരിക്കുന്നതാണ്. ഇപ്പോൾ ഇതെല്ലാം അവർ തന്നെയാണ് കേട്ടോ മുകളിൽ വെച്ചിരിക്കുന്നത്. ഞാൻ നോക്കും കറക്റ്റാണോ വെച്ചിരിക്കുന്നത്, മാറ്റിയും തിരിച്ചുമൊക്കെ വെച്ചിട്ടുണ്ടോ എന്ന്. വെച്ചിട്ടുണ്ടെങ്കിൽ അവരില്ലാത്തപ്പോഴാണെങ്കിൽ ഞാൻ വെക്കും, അല്ലെങ്കിൽ അവർ തന്നെ വെക്കും, അവരെ കൊണ്ട് തന്നെ വെപ്പിക്കും. ഇത് ഞങ്ങളെ ഉമ്മയുടേതാണ് കേട്ടോ. ഉമ്മയുടെ ഡ്രസ്സെല്ലാം ഇതിനകത്താണ്. ഇക്കാടെ ഉമ്മയാണ് കേട്ടോ ഞങ്ങളെ ഉമ്മ എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങളെ ഉമ്മയുടെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉമ്മ ഇവിടെ നിൽക്കാൻ വരുന്ന സമയത്തൊക്കെ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഉമ്മ വന്നിട്ട് പോയപ്പോൾ പിന്നെ ഞാനതെല്ലാം എടുത്ത് വീണ്ടും അലമാരയ്ക്കകത്ത് കൊണ്ടുവച്ചു. അങ്ങനെ പിന്നെ ഈ തുണികളെല്ലാം എടുത്ത് വെച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഈ റൂമിലെ വലയൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കാമെന്ന് കരുതി. ഇവിടെ ജനൽ അങ്ങനെ തുറന്നിടാറില്ല കേട്ടോ. കാര്യം വല്ല പാമ്പാ ചേരയൊക്കെ കയറി. അതുകൊണ്ട് ഇത് കണ്ടോ, പെൻസിൽ കട്ട് ചെയ്ത് അതിൻ്റെ ഗ്യാപ്പിലിട്ടിട്ട് കർട്ടൻ ഇട്ട് വെച്ചിരിക്കുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ചില വേസ്റ്റ് ബോക്സ് നല്ലോണം യൂസ് ചെയ്യുകയും ചെയ്യും. ചില സമയത്ത് എൻ്റെ കണ്ണ് തെറ്റിയാൽ അല്ലെങ്കിൽ അവർ ആ ഒരു മൈൻഡിലിരിക്കുമ്പോൾ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ എടുത്ത് വയ്ക്കും. മുട്ടായി തിന്നിട്ടുള്ള കവറ് അങ്ങനെയൊക്കെ. അങ്ങനെ അവിടെയും വലയെല്ലാം അടിച്ച് തുടച്ചിടുകയാണ്. സത്യം പറഞ്ഞാൽ ആ തൂത്ത് കഴിഞ്ഞാൽ തന്നെ നല്ല വൃത്തിയായിട്ട് തോന്നുമെങ്കിലും തുടയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ഭയങ്കര ഇതാണ് പൊടി അതിൻ്റെ അകത്ത് തന്നെ കാണും. ഈ മോപ്പിനകത്ത് ഈ മുടി മെയിനായിട്ട് എൻ്റെയും മോളുടെയും മുടി പൊഴിയുന്നത്. അപ്പോൾ
മൂക്കിനകത്ത് ഈ മുടിയും വീണ്ടും ഉള്ള പൊടികളെല്ലാം ഇങ്ങനെ അതിനകത്ത് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം വരും. അതുകൊണ്ട് ഈ റൂമിലെയും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഈ ലൈറ്റ് വെറുതെ കേട്ടോ ഇങ്ങനെ ഞാൻ ഒരു ഷോയ്ക്ക് ഇട്ടിരിക്കുന്നതെന്നേ ഉള്ളൂ, അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല. എപ്പോഴെങ്കിലുമൊക്കെ അവർ ബെഡിലൊക്കെ കയറി ചാടി മറയുമ്പോൾ ഒന്ന് ഓണാക്കും, അത്രയേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി ഒന്ന് വന്നിരുന്നപ്പോൾ അതാണ്ട് ഈ കുരുപ്പ് വന്ന് എൻ്റെ മടിയിൽ കയറി ഇരുന്നിട്ട് കാണിക്കുന്നുണ്ട്, കടിക്കുകയാണ്. എൻ്റെ ഉടുപ്പിനകത്ത് കടിക്കുന്ന, എൻ്റെ കയ്യിൽ കടിക്കുന്ന, എൻ്റെ കൈക്ക് 2 തവണ കടിച്ചു കേട്ടോ. ഞാൻ ഓർത്ത് ഇത് പാവമായിരിക്കുമെന്ന് ഇതിനെ കണ്ടപ്പോൾ. അല്ലാ പാവം, പാല് കുടിക്കുന്ന കുഞ്ഞാണ്, ഇനി ഇവിടെ വന്നു അല്ല മീനും ചോറും അല്ല നമ്മൾ കഴിക്കുന്ന ഫുഡൊക്കെ കഴിച്ച് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് അത് ചത്തുപോലും. അങ്ങനെയൊക്കെ എവിടുന്ന് ഇത് ഇവിടെ ഉള്ളവരെയും കൂടെ തിന്നുമെന്നുള്ളൊരു മൈൻഡിലുള്ളൊരു പൂച്ച. ഇവിടെ കുരുത്തക്കേടെന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റ ഇവിടുത്തെ 3 എണ്ണത്തിന് തന്നെ കുരുത്തക്കേടാണ്. പക്ഷെ അവരെക്കാളും ജഗജില്ലി ഇത്. അതുപോലെ ഒരു വിളഞ്ഞ ഒരു സാധനം മിക്കവാറും ഇതിൻ്റെ കയ്യിലിരിപ്പ് കൊണ്ട് തന്നെ കൊണ്ട് കളഞ്ഞതാവാനാണ് സാധ്യത. അതെന്തായാലും ഉറപ്പാണ്. കാര്യം അതുപോലത്തെ ഒരു വിളഞ്ഞ ഒരു സാധനം. പിന്നെ ഞാൻ അവരെ എല്ലാവരെയും കൂട്ടിലോട്ടാക്കി. വീട് ക്ലീൻ ചെയ്തതിന് ശേഷം എല്ലാവരെയും കൂടിനകത്താണ് ഇട്ട് വെച്ചിരിക്കുന്നത്. എല്ലാവരും അവിടെ സെറ്റിലായി. കുഞ്ഞുങ്ങൾക്ക് മുകളിലൊരു ബെർത്ത് പോലെ ഒരു ഇത് കെട്ടിയത് ഇരിപ്പുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലാണ് കുഞ്ഞുങ്ങൾ കിടക്കുന്നത്. ഇപ്പോൾ ഫുഡ് വെച്ച് കൊടുത്തപ്പോൾ എല്ലാവരും താഴെ ഇറങ്ങിയതാണ്. അകത്താണെങ്കിൽ ഭയങ്കര കളിയും അടിയും ബഹളം. അപ്പോൾ ഞാൻ രാവിലെ മഴയില്ല എന്നുണ്ടെങ്കിൽ രാവിലെയും വൈകിട്ടും കുറച്ച് നേരമൊക്കെ അവരെ തുറന്നു വിടും. അപ്പോഴത്തേക്ക് അത് കഴിഞ്ഞ് ഞാൻ മക്കളെ സ്കൂളിൽ നിന്ന് വിളിക്കാൻ പോവുകയാണ്. ഞാനാണ് വിളിക്കാൻ പോകുന്നത്. ഉമ്മ മലപ്പുറത്ത് പോയിരിക്കുക. എൻ്റെ അനിയത്തിയുടെ കല്യാണമായിരുന്നു. എനിക്ക് ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് പോകാനെത്തില്ല. അപ്പോൾ അവർ മക്കളെ പോയി വിളിച്ചുകൊണ്ട് വന്ന് അവർക്കൊരു തട്ടിക്കൂട്ട് സ്നാക്സ് ഉണ്ടാക്കുകയാണ്. ചപ്പാത്തിയിൽ ന്യൂട്ടെല്ല തേച്ചിട്ട് കുറച്ച് ബദാം ക്രഷ് ചെയ്ത് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ഉടായ്പ പരിപാടികളൊക്കെ ഞാൻ കാണിക്കും കേട്ടോ. പിന്നെ അവർക്ക് ഇഷ്ടമാണെങ്കിലും ചെയ്ത് കൊടുക്കുകയുള്ളൂ, ഇല്ലെങ്കിൽ ചെയ്ത് കൊടുക്കില്ല. പിന്നെ ന്യൂട്ടെല്ലയുടെ ടേസ്റ്റ് അവർക്ക് പിടിച്ചു. ഞങ്ങളുമ്മ വന്നപ്പോൾ കൊണ്ട് കൊടുത്തതാണ്, മേടിച്ചുകൊണ്ട് വന്നതാണ്. അപ്പോൾ അവർ ഫസ്റ്റ് ടൈമാണ് ന്യൂട്ടെല്ല കഴിക്കുന്നത്. അപ്പോൾ അവർക്ക് കഴിച്ചപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഞാൻ ഓർത്തെങ്കിൽ വെറുതെ തോണ്ടി തിന്ന് നടക്കണ്ടല്ലോ എന്ന് കരുതി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊടുക്കാൻ, ബ്രെഡിലോ ചപ്പാത്തിയിലോ ഒക്കെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ നല്ലതല്ലേ എന്ന് കരുതി അങ്ങനെ ചെയ്ത് കൊടുത്തു. അവരത് കഴിച്ചു, ചായയും കുടിച്ചു. പിന്നെ എൻ്റെ കുറേ ജോലികളുണ്ടായിരുന്നു. എനിക്കൊന്ന് അന്നത്തെ ദിവസം ജോലി കഴിഞ്ഞപ്പോൾ ഒരു സമയമെടുത്തു. രാത്രി ഒത്തിരി താമസിച്ചു. ഇത് വർക്ക് ഏരിയയാണ് കേട്ടോ. വർക്ക് ഏരിയ ഇപ്പം ഞാനങ്ങനെ ഒരുപാട് യൂസ് ചെയ്യാറില്ല. ഇതുപോലെ സാധനങ്ങളൊക്കെ അടുക്കളയിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റി വെച്ചു. എനിക്ക് ഈ ഒരുപാട് സാധനങ്ങൾ വെക്കുമ്പോൾ ഭയങ്കരമായിട്ട് പൊടിയുടെ പ്രശ്നം വരും. അപ്പം ഞാൻ അടുക്കളയിൽ നിന്ന് മാക്സിമം ഇപ്പം എല്ലാം വർക്ക് ഏരിയയിൽ വെച്ചിരിക്കുന്നത്. അടുക്കളയൊക്കെ ഞാൻ വീഡിയോ എടുത്തത് രാത്രിയായിട്ടോ. അതാണ് രാത്രിയാണെന്ന് കണ്ടാൽ ജനൽ കണ്ടാൽ അറിയാം. എല്ലാം നീറ്റാക്കി ഒരുവിധം ജോലിയെല്ലാം കഴിഞ്ഞ് ഒന്ന് എഴുന്നേറ്റപ്പോൾ എവിടുന്നൊക്കെയോ പൊട്ടുന്ന ശബ്ദം കേട്ടു. കിടകിടകിടാന്നും പറഞ്ഞ. കാര്യം അത്രയ്ക്ക് ഞാൻ അപ്പോഴാണ് ഇരുന്നതേ ഉള്ളൂ, പിന്നെ എവിടെ ഇരുന്നിട്ടില്ല. അപ്പോൾ ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനിയും പുതിയ ഓരോ വീഡിയോസുമായിട്ട് വരാം. പുതിയ ആളുടെ വിശേഷങ്ങളും ഒക്കെ ആയിട്ട് ലോങ് വീഡിയോയും ഷോർട്സും ഒക്കെ ആയിട്ട് വരാം. അപ്പോൾ എല്ലാവർക്കും ഓക്കെ, ബൈ.